വെൽക്കം ടു യാറ്റ് അനദർ ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ്. അപ്പോൾ ഇന്നിവിടെ ഇടിയപ്പവും കടലക്കറിയാണ്. കടലക്കറിയുടെ പ്രത്യേകത തേങ്ങ അരച്ച കടലക്കറിയാണ്. അത് ഞാൻ വെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കല്ലോ, ഇൻസ്റ്റൻറ്റ് ഇടിയപ്പമാണ്. അത് ആവി കയറ്റി എടുക്കുകയുള്ളൂ. ഞാനൊരു 7 month പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയും നമ്മൾ ഇടിയപ്പം ഇൻസ്റ്റൻ്റാണ് വാങ്ങിക്കുക. ഒരു 3 ആഴ്ച കൂടുമ്പോൾ വല്ലപ്പോഴും ഒരു ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ ഒരു പ്രാവശ്യം വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. നമുക്ക് അത്ര പ്രഷർ എടുക്കാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് അത് കൈക്ക് അത്ര വയ്യ, അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുകയാണ് പതിവ്. ഇന്നപ്പോൾ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. കടല ആദ്യം ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപ്പിട്ട് നമ്മൾ മസാല റെഡിയാക്കി കടലയും തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലതായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം അതും കുറച്ച് വെള്ളവും കൂടെ ഈ മസാലയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കും കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് വളരെ കുറച്ച് കടല മാത്രമേ ഇതിൻ്റെ തരുന്നുള്ളൂ. കാരണം ഇവിടെ എല്ലാവർക്കും ചാറാണ് വേണ്ടത്. അതുകൊണ്ട് ആ ഗ്രേവി കൂടുതലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി വെച്ചു. പിന്നെ ഇത് നമ്മുടെ ഇവിടെ ഗരം മസാല പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഏറ്റവും ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കും, ആ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും. എന്നിട്ട് അതിനകത്തേക്ക് പിന്നെ നമ്മൾ കടല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയൊക്കെയാണ് നമ്മുടെ കടലക്കറിയുടെ പ്ലാൻ. ആ ഒരു സമയത്തേക്ക് ഇപ്പുറത്ത് നമ്മുടെ ഇടിയപ്പം ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് റെഡി ആയിട്ടും ഉണ്ടായിരുന്നു. അത് നമ്മളൊന്ന് തുറന്ന് നോക്കി അതെല്ലാം സെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമ്മൾ വെച്ചു കേട്ടോ. കുഞ്ഞ് ഉറങ്ങുന്ന ദിവസങ്ങളിൽ എനിക്കിങ്ങനെ സാവകാശം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ഒരു സമാധാനം, പിന്നെ നമ്മൾ ആ ഒരു കുഞ്ഞിനെ മാത്രം നോക്കിയിരിക്കുന്നതിൽ നിന്നൊരു വ്യത്യാസവും വരുമല്ലോ. എപ്പോഴും എനിക്കെന്തായാലും പുറത്തൊന്നും കുഞ്ഞിനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ കിട്ടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രിവിലേജ് തന്നെയാണ്. കുഞ്ഞിനെ മാറ്റി നിർത്തി എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളത് ഇപ്പോൾ ഇതാണ്. വർക്കൊക്കെ ചെയ്യാൻ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുഞ്ഞ് എപ്പോൾ വഴക്കുണ്ടാക്കും, എപ്പോൾ ഇണങ്ങും എന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ ന്യൂ മോമിൻ്റെ ലൈഫിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ചേഞ്ചിലാണ് ഞാനും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ തമ്മിൽ സെറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആ ഒരു പാറ്റേണിലും ആ ഒരു സ്കെഡ്യൂളിലും ഒക്കെ തന്നെ കാര്യങ്ങൾ നടന്നും പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഒന്നുകൂടി ഉപ്പ്, ഞാൻ പറഞ്ഞില്ല വളരെ കുറച്ച് ഉപ്പാണ് ഇട്ടത്. പിന്നെ ഞാൻ ഉപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഉപ്പ് കുറവായിട്ട് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ടു. ഇവിടെ കടല ഉപ്പിട്ടാണ് വേവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവുന്നത്. ഇടിയപ്പം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ വീട്ടിൽ 4 പേർക്ക് കഴിക്കാനുള്ള ഇടിയപ്പം ഇത്രയുണ്ട് കേട്ടോ. കടല നല്ല ചാറ് നല്ല കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അങ്ങ് നിർത്തി കൊടുക്കും. അത്രയേ ഉള്ളൂ.